വിളക്കിന്റെ അരികിലേക്ക് ഈയാൻ പാറ്റകൾ വരുന്നത് പോലെ ഈ പൂവിന്റെ അരികിലേക്ക് ചുണ്ട് കൂർത്ത പുൽപുൽ പക്ഷികൾ തേന്നുകരാൻ വരുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് സിദ്ദീഖ് തങ്ങൾ എപ്പോഴും വരുമായിരുന്നു. തന്റെ സന്തത സഹചാരിയായി ഏറ്റവും നല്ല കൂട്ടുകാരനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സിദ്ദീഖിനോട്, സിദ്ദീഖ് നമുക്ക് പോകണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉടനെ സിദ്ദീഖ് തിരിച്ച് ചോദിച്ചൊരു ചോദ്യം, അസ്വബ്ബതയാ റസൂലല്ലാഹ്, ഹബീബേ അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാവട്ടെ, ഞാൻ വരാം നിങ്ങളുടെ കൂടെ. അപ്പൊ സിദ്ദീഖ് തങ്ങള് നബി തങ്ങള് കേട്ടില്ല, അതിനും അല്ലാഹുവിന്റെ നിർദ്ദേശം കിട്ടണം. പിന്നെ അല്ലാഹുവിന്റെ നിർദ്ദേശം കിട്ടി സിദ്ദീഖ് തങ്ങളോട് വിവരം പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങള് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി മുത്തനബിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അങ്ങയെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഏൽപ്പിച്ചത് എന്നെയാണല്ലോ അല്ലാഹു, ഇനി ഞാൻ നോക്കിക്കോളാം നബിയെ എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. രണ്ടൊട്ടകത്തെ ഏർപ്പാടാക്കുന്നു, ഒട്ടകത്തെ തെളിക്കാൻ ആൾ ഏർപ്പാടാക്കുന്നു, വഴികാട്ടിയായിട്ട് മുസ്ലിമായ ഒരാൾ ഏർപ്പാടാക്കുന്നു, ആടുകൾ മേക്കാൻ സ്വന്തം സേവകനായിരുന്ന അബ്ദുള്ള എന്നവരെ ഏർപ്പാടാക്കിയിട്ട് രാത്രി ഞങ്ങൾക്ക് പാല് കൊണ്ടുവന്ന് തരണമെന്ന് പറയുന്നു. സ്വന്തം മകനായ അബ്ദുറഹ്മാൻ എന്നവരോട് സിദ്ദീഖ് പറയുന്നു, മക്കയിലെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് അറിയിച്ചു തരണം, ഇന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ പോവുക എന്ന് പറയുന്നു. അസ്മാബിയോട് പറയുന്നു, പറ്റുകയാണെങ്കിൽ ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം, ഞങ്ങളുടെ സൗർ മലയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. എന്നിട്ട് അവരൊക്കെ സഹിച്ചൊരു ത്യാഗവും പ്രയാസവും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെയൊക്കെ ഇന്ന് അൽഹംദുലില്ലാഹ് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി ഒരു നല്ല മുസ്ലിമായി, ബാപ്പയും ഉമ്മയും മുസ്ലിമാരുടെ നമ്മളും മുസ്ലിമായി, ഇനി മുസ്ലിമായ ആ ഒരു മുസ്ലിമിന്റെ ആ സ്വത്വബോധം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ചെയ്തു തന്നതാണ്. നമ്മുടെ ഹബീബൊക്കെ എന്ന് പറയുന്നത് തഫ്സീർ പറയുന്നുണ്ട്, നാളെ പടച്ചോൻ നബിതങ്ങളെ കുറിച്ച് നമ്മളോട് കാര്യമായിട്ട് ചോദിക്കും. നഈം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുന്ന തഫ്സീറുണ്ട്. നാളെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നബിതങ്ങളെ കുറിച്ച് കരുതിയിരുന്നത്, എന്താണ് പഠിച്ചിരുന്നത്, എന്താണ് അനുകരിച്ചിരുന്നത് എന്നത് അല്ലാഹു ചോദിക്കും. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇർഷാദി സിദ്ദഖി എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വിഷയങ്ങൾ അറിയുമ്പോൾ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ അയൽക്കാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം, അതൊരു നല്ല മുഅ്മിനിന്റെ ജീവിതം, ഈമാനിന്റെ ജീവിതം, ഇർഷാദിന്റെ ജീവിതമാണ്. നമ്മൾ നല്ല നിലയ്ക്ക് ജീവിക്കുന്നു, നമ്മളെ കണ്ട് മറ്റുള്ളവർ മാതൃകയാകുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അല്ലാതെ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ തിന്മ ചെയ്യുന്നു, അത് കണ്ട് മറ്റുള്ളവർ തിന്മ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു. അത് പിശാചിന്റെ ജീവിതമാണ്, അത് ശൈത്താനി സിദ്ദഖിയാണ്. തിന്മ ചെയ്തുകൊണ്ടേയിരിക്കൽ ഹയവാനി സിദ്ദഖിയാണ്. ഹറാമും ഹലാലും നോക്കാതെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. വേറെ തെറ്റ് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല, അത് ഹയവാനി സിദ്ദഖിയാണ്. എന്നാൽ തെറ്റൊന്നും ചെയ്യണില്ല, ഈമാൻ ഇസ്ലാമും അതുമില്ല, എന്നാൽ മനുഷ്യന്മാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് മിഥിലാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്ത് പോകണമെന്നില്ല. അത് മുസ്ലിങ്ങളായ ഇഷ്ടംപോലെ ആൾക്കാർ നല്ല ദാനധർമ്മം ചെയ്യുന്നവരുണ്ട്, സത്യം പറയുന്നവരുണ്ട്, വഞ്ചിക്കാത്തവരുണ്ട്, ഇല്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് പോരാ, അള്ളാഹുവിനെ വിജയിക്കാൻ അത് പോരാ. അതുകൊണ്ട് ദുനിയാവിൽ മെച്ചപ്പെട്ടു ആൾക്കാരെ നല്ല നിർമ്മിഷ്ടനാന്ന് പറയും. അതുപോലെ ദുനിയാവിൽ അല്ലാഹുവിന് പ്രതിഫലം നൽകുകയും ചെയ്യും. പണം സമ്പത്തൊക്കെ കൂടിയെന്ന് വരാം, പക്ഷെ അത് അള്ളാഹുവിന്റെ പോലെ അള്ളാഹുവിന്റെ അടുത്ത് വലുതാവണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് ബഹുമാനാവണമെങ്കിൽ നമ്മൾ നാട്ടിൽ പറയുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല, അള്ളാഹിന്റെ അടുത്ത് വലിയ ആൾക്കാർ. അത് ഏറ്റവും നല്ല തഖ്വയുള്ള ആളുകളായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ വലിയവർ. മുഅ്മിനായി ജീവിക്കുന്നവരായിരിക്കും. സുബ്ഹ് ബാങ്ക് കേൾക്കാൻ തക്ക രീതിയിൽ എണീക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും സുബ്ഹ് ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും സുബ്ഹ് ജമാഅത്തോടുകൂടെ നിർവഹിക്കുകയും അതിന്റെ സുന്നത്തൊക്കെ എടുത്തിട്ട് ജമാഅത്തോടുകൂടെ നിർവഹിക്കുകയും സുബ്ഹിക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഖൗമുണ്ട്, ഒരു ടീമുണ്ട്. നല്ല മനുഷ്യന്മാരായിരിക്കും അവര്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് അത് കാരണം സമയത്ത് വേറെ കാണാനൊന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന കാണാനൊന്നും വല്ല ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തം റിസ്കിൽ നിസ്കരിക്കുന്ന നമസ്കാരം. അതുകൊണ്ട് അത് ശരിക്കും അമാന്തമായി ചെല്ലഴിപ്പാണ്.
അതിന്റെ കൂലി പഠിച്ചോന്ന് ഓരോട് വാങ്ങാൻ പറയുന്നതാണ്. ആർക്ക് വേണ്ടിയാണോ നീ നിസ്കരിച്ചിരുന്നത് ഓരോട് വാങ്ങിക്കോ എന്ന് നാളെ അല്ലാഹു പറയും. എനിക്ക് വേണ്ടിയാണോ നിസ്കരിച്ചിരുന്നത് ഞാൻ കൂലി തരാം, ഞാൻ അതിന്റെ പ്രതിഫലം തരാം. വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ നിസ്കരിച്ചിരുന്നത്, വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ സംഭാവന കൊടുത്തിരുന്നത്, വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ സക്കാത്ത് കൊടുത്തിരുന്നത്, അങ്ങനെ അത് അവരോട് വാങ്ങിക്കോ എന്ന് അല്ലാഹു പറയും. അവർക്കാണെങ്കിൽ അത് കൊടുക്കാൻ ഒരു കഴിവുണ്ടാവില്ല. മാലിക് യൗമിദ്ദീൻ അന്ന് അല്ലാഹുവിന്റെ നിശ്ചയങ്ങൾ മാത്രമേ നടക്കൂ. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മൾ നന്നാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അധികം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ നന്നാവാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സുബഹിക്ക് മുമ്പ് എണീക്കുക, സുബഹ് ബാങ്ക് കൊടുത്തതിന് മുമ്പ് എണീക്കുക, ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കുക, സുബഹ് ജമാഅത്തോടെ നിർവഹിക്കുക. അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് പിന്നെ ആള് സുബഹ് ജമാഅത്തോടെ എത്തിച്ചാൽ. സുബഹ് നല്ല റാഹത്തിൽ നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നെ മറ്റു നിസ്കാരങ്ങളൊന്നും ഒഴിവാക്കാൻ കഴിയൂല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ കൂടെ ഒരു കുഹറും അസ്റും മരിവൊക്കെ അതിന് ആ സുബഹ് നിസ്കരിച്ചുകൊണ്ട് നമുക്കത് നിസ്കരിക്കണമെന്ന് നല്ലൊരു ബോധമാണ്. അതുപോലെ ഖുർആൻ പാരായണം. നേരത്തെ അല്ലാമ ഇഖ്ബാലിന്റെ ചരിത്രം പറഞ്ഞു. ആ അല്ലാമ ഇഖ്ബാലിന്റെ ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടുകാര് അദ്ദേഹം ഖുർആൻ പാരായണം രാത്രി ചെയ്യുമത്രേ. രാത്രി ഒരുപാട് ഖുർആൻ ഓതുമ്പോഴൊക്കെ അർത്ഥം ശരിക്കും അറിയുന്നത് കണ്ണുന്നിങ്ങനെ കണ്ണുനീര് വരും. എന്നിട്ട് മുസ്ഹഫ് നനയും. അല്ലാമ ഇഖ്ബാലിന്റെ മുസ്ഹഫ് നനയും. വലിയ മുസ്ഹഫായിരുന്നു. ഇരുന്നങ്ങനെ ഓതും കുറെ സമയം. അമ്മമാരില്ല, നമ്മളൊക്കെ എന്താ ചെയ്യാ, ഒരു ദിവസം ചിലപ്പോൾ സുഹൃത്തുക്കൾ വാക്കിയ എന്തിനാ ആരെങ്കിലും ഇല്ലാതിരിക്കാൻ, പിന്നെ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട യാസീന് മരിച്ചതിന് ശേഷം നമ്മൾ കുറെ മത്സ്യക്കാരങ്ങൾ തോൽക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്കും ഇതിലൊക്കെ മെച്ചം വേണ്ടേ. അങ്ങനെ യാസീന് തവാറക്ക വാക്കിയ പോരാ. എന്തൊക്കെ എന്താ മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു 2-3 ദിവസം കൂടുമ്പോൾ സത്യം കേൾത്തിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ധാരാളമായി ഖുർആൻ ഓതുന്ന ആൾക്കാർ. ഈ അടുത്ത് ഞാനൊരു നിക്കാഹ് സദസ്സിൽ പങ്കെടുത്തു. അപ്പൊ അവിടുത്തെ ഒരു 75 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധനായ ഒരു മനുഷ്യന് പത്രം വായിക്കാണ്. ചെറിയ മനോരമ മാതൃക ഏതോ പത്രം വായിക്കണം, ചെറിയ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ കളിയാക്കാണ്. നിങ്ങൾക്കിപ്പോ മൂക്കടൊന്നും വേണ്ടല്ലേ, കണ്ണടൊന്നും വേണ്ടല്ലേ, കണ്ണടൊന്നും ഇല്ലാന്ന് വായിക്കും. അതൊന്നും വേണ്ട, എനിക്കതിനൊന്നും ആവശ്യമില്ല, എന്റെ കണ്ണ് നല്ല പവറാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ ഒരു കാരണമുണ്ടെന്ന് അദ്ദേഹം പറയാൻ, എന്റെ 8-ാം വയസ്സ് മുതൽ എല്ലാ ദിവസവും സുബഹ് നിസ്കാരത്തിന് ശേഷം മുസ്ഹഫ് എടുത്തിട്ട്, മൊബൈലൊന്നല്ല, മുസ്ഹഫ് എടുത്തിട്ട് ഒരു അരമണിക്കൂറോ അരമണിക്കൂറിൽ കൂടുതലോ ഞാൻ ഓതാറുണ്ട്. അത് 8-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴും ഞാനത് മുടക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ കണ്ണിനൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് പറയാനുള്ള അർഹതയുണ്ട്. കാരണം മുസ്ഹഫ് അങ്ങനെ, ഖുർആൻ അങ്ങനെ, ഖുർആൻ ഷാഫിയാണ്. ഖുർആൻ ചികിത്സിക്കുന്ന ഒരു സാധനം കൂടിയാണ്, അതൊരു മരുന്ന് കൂടിയാണ്. കണ്ണിന് മരുന്നാണ് ഖുർആൻ. എന്നെ മനസ്സിൽ എന്റെ 8-ാം വയസ്സ് മുതൽ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ചിലപ്പോൾ ഡോക്ടറോട് പറയേണ്ടത്. കണ്ണിന് കാഴ്ച പറയുമ്പോഴേ അല്ലേ, അതങ്ങനെ ഖുർആനിലെ മുസ്ഹഫ് അങ്ങനെ. അപ്പൊ അത് നമുക്ക് ശീലമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും അത് ശീലമുണ്ടാകും. വീട്ടില് സുബഹ് നിസ്കാരം കഴിഞ്ഞ് പത്രം ചിലപ്പോൾ നേരത്തെ വരും. ആ പത്രങ്ങൾ മാറ്റിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഖുർആൻ അങ്ങനെ ഉറക്കം ഓതുകയാണെങ്കിൽ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എണീക്കുന്ന ഒരു സമയമാണ്. ആ സമയം അവരൊക്കെ എണീക്കുന്ന സമയത്ത് വാപ്പ കോലായിലേക്ക് ഇങ്ങനെ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ഉമ്മാനെ നിസ്കാരത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുക. ഇത് കണ്ട് വളരുന്ന മക്കൾക്ക് പിന്നെ ആ ഭ്രാന്ത് ഒഴിവാക്കാൻ കഴിയുക. ഇത് വളരെ വേണ്ടപ്പെട്ട സാധനമാണ്, അവർക്ക് തോന്നും. അങ്ങനെയായിരുന്നു നമ്മുടെ വല്യമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. രാത്രിയൊക്കെ മൗലിദൊക്കെ അല്ലെ, റബീഉൽ സ്ഥിരമായി വീട്ടിൽ മൗലിദ് പാരായണം ചെയ്തിരുന്ന ഒരു കാലണ്ടായിരുന്നു. അതിന്റെ ഇരടികൾ ഇങ്ങനെ കേട്ടിരുന്ന അസ്ലക്കയുടെയും പിന്നെ ത്വലാൽ ബദറുവിന്റെയും യാത്രയുടെയും എല്ലാം ഈരടികൾ ഇങ്ങനെ മുഴങ്ങി കേട്ടിരുന്ന ഒരു കാലണ്ടായിരുന്നു. അത് മാറിയപ്പോൾ നമ്മുടെ നാടും മാറി, നമ്മുടെ മക്കളും മാറി, നമ്മുടെ സ്വഭാവമൊക്കെ മാറി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.